السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വളരെ പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പടച്ചതമ്പുരാൻ്റെ ഭവനത്തിൽ ഒരു റമളാനിൽ ഒരു ഒഴിവ് ദിവസം നമ്മൾക്ക് ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകിയിരിക്കുകയാണ്. ഇതുപോലെ ഒരുമിച്ച് കൂടാൻ പറ്റാത്ത ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഒരു സമയത്താണ് അള്ളാഹു നമുക്ക് സമാധാന സമ്പൂർണമായി ഇങ്ങനെ ഇരിക്കാനും ഏതാനും സമയം അള്ളാഹുവിൻ്റെ ദീനിനെ പരിചയപ്പെടാനുമുള്ള അവസരം നൽകിയിരിക്കുന്നത്. അള്ളാഹു നമ്മളിവിടെ ചെലവഴിക്കുന്ന സമയവും നമ്മളിവിടെ ചെലവഴിക്കുന്ന മിനിറ്റുകൾ നാളെ പരലോകത്ത് യൗമുൽ ഹിസാബിൻ്റെ ദിവസം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരലോക വിശ്വാസം എന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നോട് സംസാരിക്കാൻ സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വളരെ വിശാലവും വളരെ വ്യാപ്തിയുമുള്ള ഒരു വിഷയമാണിത്. നമ്മളേറെ അറിഞ്ഞിരിക്കേണ്ട, നമ്മളേറെ ബോധ്യപ്പെടേണ്ട, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളും തട്ടിച്ചു വെക്കേണ്ട ഒരു വിഷയമാണ് പരലോകബോധം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു അവതരണ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ പ്രവാചകന്റെ നുബുവത്ത് മുതൽ ഹിജ്റ വരെ ഇറങ്ങിയിട്ടുള്ള ധാരാളം ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ അധികവും വിശ്വാസികളോട് പറയുന്ന ഒരു കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസമാണ്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറ. പ്രവാചകന്റെ അധ്യാപനങ്ങളെ തള്ളിക്കളയുന്ന ആളുകളെ അള്ളാഹു തള്ളിക്കളയും, അവർ നരകത്തിലായിരിക്കും എന്നാണ്. അപ്പോൾ നരകത്തിലെത്തിപ്പെടുക എന്നതിൻ്റെ ഒന്നാമത്തെ നിശ്ചയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസം മുറുകെ പിടിക്കാതിരിക്കുക എന്നതാണ്. നമ്മളൊക്കെ ഈ നോമ്പിലൂടെ നേടിയെടുക്കേണ്ട ഒരു വിശ്വാസം. ഇത് വിശ്വാസത്തിൻ്റെ മാസം കൂടിയാണല്ലോ. ഇത് ഷഹ്റു സുബ്റാണ്, ക്ഷമയുടെ മാസമാണ്. അങ്ങനെ പല രൂപത്തിലുള്ള മാസമാണിത്. എന്നാൽ ഇത് വിശ്വാസത്തിൻ്റെ കൂടി മാസമാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസം അടിയുറച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ
ആ തൗഹീദിനെ കൂടുതൽ ശക്തമാക്കുന്ന ഒന്നാണ് പരലോകവുമായി ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. പരലോക ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും കടന്നു വരണം. കാരണം അങ്ങനെയാണ് നമ്മുടെ ജീവിതം. വളരെ പെട്ടെന്ന് അവസാനിക്കുന്ന, പൊടുന്നനെ താറുമാറാകുന്ന, വളരെ പെട്ടെന്ന്, ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ യുദ്ധകാലം തന്നെ എടുത്തു നോക്കൂ. ഇറാനിലേക്ക് അമേരിക്കൻ പട്ടാളം അവരുടെ യുദ്ധക്കപ്പലുകളുമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഇസ്രായേൽ ആദ്യമായി ഇറാനിനെ ആക്രമിക്കുന്നു. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുന്നു. ഇറാനിൻ്റെ അധിപൻ ഖമനൈ മരണപ്പെടുന്നു. ഇപ്പോഴും നിലയ്ക്കാത്ത യുദ്ധത്തിൻ്റെ ശബ്ദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് സത്യത്തിൽ ഈ ലോകം ആരുടെ നിയന്ത്രണത്തിലാണ്? അത് മനസ്സിലാക്കിയാൽ തന്നെ അള്ളാഹു ആരാണ് എന്ന് ബോധ്യപ്പെടും. ഈ ലോകത്തിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അള്ളാഹുവാണ് വാഹിദുൽ ഖഹാറായ ലോകത്തിൻ്റെ നാഥൻ. ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എപ്പോഴും മരിക്കാം. ഈ ലോകം എപ്പോഴും നമ്മിൽ നിന്ന് അവസാനിച്ചു പോകാം. ഏത് സമയം വേണമെങ്കിലും ഖബറിലേക്ക് അടുക്കാം. വിവിധങ്ങളായ രൂപത്തിൽ നമ്മൾ മരണപ്പെടാം. അള്ളാഹുവിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെയുള്ള ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു പറയുന്നുണ്ടല്ലോ, വമാ ഖലഖ്നസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ മാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽ ഹഖ് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ദുഖാനിലെ 38-39 ആയത്താണ്. വമാ ഖലഖ്നസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ മാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽ ഹഖ് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. ഞാൻ ആകാശവും ഭൂമിയും വെറുതെ ഉണ്ടാക്കിയതല്ല. ഈ പ്ലാനറ്റ്, ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും അവൻ്റെ പിടുത്തത്തിലൊക്കാത്ത ഒന്നാണ് ആകാശം എന്ന് പറഞ്ഞാൽ. ആകാശത്തെ കീഴ്പ്പെടുത്താൻ 21 നൂറ്റാണ്ട് വരെ സഞ്ചരിച്ച മനുഷ്യന്റെ ശാസ്ത്ര വൈഭവത്തിന് സാധിച്ചിട്ടില്ല. ഈ ആകാശവും നമ്മൾ 2 കാലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമിയും ഈ ഉണ്ടാക്കി വെച്ചതെല്ലാം എന്തിനാണ്? അള്ളാഹു പറയാണ്, അതിൻ്റെ പിന്നിൽ ഒരു മഹനീയമായ ലക്ഷ്യമുണ്ട്. എന്താണത്? അത് നാളെ പരലോകമാണ്. നാളെ വരാനിരിക്കുന്ന സ്വർഗ നരകമാണ്. അതിനെക്കുറിച്ചുള്ള ബോധം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാവണം. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ നാം വെറുതെ കളി തമാശക്ക് വേണ്ടി സൃഷ്ടിച്ചതാണോ? നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടില്ലെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുവോ? നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടില്ലെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുവോ? അപ്പൊ അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കും. മരണം മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ റബ്ബി, അതിൽ കിടക്കേണ്ടതാണ് സമാന. ചിതലും പുഴുക്കൾ മാളവും പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാണ് സമാന. നമ്മളിപ്പോൾ എത്ര ഈ അന്തരീക്ഷത്തെ വിറപ്പിക്കുന്ന മൈക്കും ഇവിടെ പ്രഭാപൂരിതമാക്കുന്ന വെളിച്ചവും മനോഹരമായ ഒരു മസ്ജിദിന്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുകയാണ്. ഇത് നമ്മുടെ മരണാനന്തരമുള്ള ജീവിതം അങ്ങനെയല്ല. 6000 സ്ക്വയർ ഫീറ്റിന്റെ വീട്ടിൽ നിന്ന് 6 അടി മണ്ണിലേക്ക് 2 വർഷം മുമ്പ് ഒരാൾ ഫേസ്ബുക്കിൽ എഴുതിയതാണത്. 6000 സ്ക്വയർ ഫീറ്റിന്റെ വീട്ടിൽ നിന്ന് 6 അടി മണ്ണിലേക്കുള്ള മനുഷ്യന്റെ ഒരു യാത്ര അതിഭീകരമാണ്. അതത്ര നിസ്സാരമായ ഒന്നല്ല. എനിക്ക് ഓർമ്മയുണ്ട്, തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ ഒരു സഹോദരൻ ഗ്ലയോമ ക്യാൻസർ ബാധിച്ചു അദ്ദേഹത്തിന്. അപ്പോൾ ഗ്ലയോമ ക്യാൻസർ ബാധിച്ച സന്ദർഭത്തിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ലൈഫ് സ്പാൻ 6 മാസം മുതൽ 1 വർഷം വരെയാണ്. അമേരിക്കയിലോ മറ്റോ ആണ് ഗ്ലയോമ ക്യാൻസർ വന്നിട്ട് ആയുസ് നീട്ടിക്കിട്ടിയ ആളുകളുള്ളത്. അതല്ലാത്തവരൊക്കെ മാസങ്ങൾക്കുള്ളിൽ മരിക്കും. അങ്ങനെ ഗ്ലയോമ ക്യാൻസർ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ ഡയഗ്നോസ് ചെയ്തിട്ട് നമ്മുടെ സഹോദരനെ കൂട്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് ചെല്ലുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ശ്രീചിത്ര ഹോസ്പിറ്റലിലെ ഡോക്ടർ ഈശ്വർ അദ്ദേഹം കടന്നു വന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇത് ലോകത്തെ ഏറ്റവും വയലന്റ് ആയ ഒരു ക്യാൻസറസ് ഗ്രോത്ത് ആണ്. പ്രത്യേകിച്ച് ബ്രെയിനിൽ ഇതുണ്ടായാൽ, ഗ്ലയോമ ക്യാൻസർ വന്നാൽ നമുക്ക് ജീവിതം അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക.
എൻ്റെ പേര് ഈശ്വർ എന്നാണ്. ആ ഡോക്ടറുടെ പേര് ഈശ്വർ എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈശ്വരനല്ല, ഈശ്വരൻ്റെ അടുക്കലാണ് എല്ലാ തീരുമാനവും ഉള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ഏറ്റവും രാജ്യാന്തര പ്രശസ്തനായ ഒരു ഡോക്ടറാണ് ഡോക്ടർ ഈശ്വർ. അദ്ദേഹം പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇനിയുള്ള കാലം എൻ്റെ കയ്യിലല്ല, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിനെ നമ്മൾ ഇങ്ങനെ അടുത്തറിയുന്ന അനവധിയായ സന്ദർഭങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകും. അതെന്താണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്? നമുക്കിങ്ങനെ മരിക്കാൻ ഒരു സമയമുണ്ട് എന്നുള്ളതാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. അപ്പൊ നമ്മുടെ ശരീരം നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ വിചാരിക്കും നല്ല ഉറപ്പുള്ള ശരീരമാണ്, നല്ല മെച്ചമുള്ള ശരീരമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നതും സംരക്ഷിക്കുന്നതും ഉടുക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും വിശ്രമിക്കുന്നതും ഒക്കെ എൻ്റെ ശരീരത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ആ ശരീരത്തിൻ്റെ അകത്ത് ഒരു താളക്രമത്തിലാണ് കോശങ്ങൾ ഉള്ളത്. ഒരു താളക്രമത്തിൽ ആ കോശങ്ങളുടെ ഏതെങ്കിലും രണ്ട് കോശങ്ങൾ പരസ്പരം മത്സരിച്ചാൽ നമ്മൾ ക്യാൻസർ രോഗത്തിന് അടിമപ്പെടും. ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഹ്യൂമൻ സെൽസ് ഇസ് നോൺ ആസ് ക്യാൻസർ. മനുഷ്യ ശരീരത്തിനകത്ത് കിടക്കുന്ന ഈ കോശങ്ങൾ അതിൻ്റെ ക്രമാതീതമായ വർധനവിലേക്ക് അവർ മത്സരിച്ചാൽ നമ്മൾ ക്യാൻസർ രോഗത്തിന് അടിമപ്പെടും. നിങ്ങൾ ആലോചിച്ചു, ഇത്ര നിസ്സാരാണ്. പെട്ടെന്ന് ഒരു നിമിഷമാണ്, ഒരു ഡയഗ്നോസ് ടെസ്റ്റിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ വിധിയെ നിർണയിച്ച് നമ്മൾ മരണത്തിലേക്ക് അങ്ങനെ യാത്രയാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ മരണത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഓർക്കണം. മരിക്കാനുണ്ട്. നമ്മൾ എങ്ങനെയായിരുന്നു? അപ്പൊ ഞാനും നിങ്ങളൊക്കെ ഈ പ്രായം വരെ എത്തി. നമ്മൾ എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്? നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ അട്ടയെ പോലെ അള്ളിപ്പിടിച്ച് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, നിന്നെ നാം അലക്കിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അള്ളാഹു പറയാണ്, അലക്ക് എന്ന് പറഞ്ഞാൽ എന്താ? മാതാവിന്റെ ഗർഭാശയം എന്ന റഹ്മിൽ നീ ഒരു അട്ടയെ പോലെ അള്ളിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. എന്നിട്ട് നീ അവിടുന്ന് വളർന്നു. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ സുമ്മ ഖലഖനൻ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദ്അതൻ ഫഖലഖനൽ മുദ്അത ഇളാമൻ ഫഖസൗനൽ ഇളാമ ലഹ്മ സുമ്മ അൻശഹനാഹു വൽകന്നാഹർ. നിങ്ങളെ ആദ്യം മണ്ണിൽ നിന്ന്, പിന്നീട് ഭ്രൂണത്തിൽ നിന്ന്, പിന്നീട് രക്തക്കട്ടയിൽ നിന്ന്, പിന്നീട് പൂർണ്ണ വളർച്ചയെത്തിയതും വളർച്ചയെത്താത്തതുമായ മാംസക്കട്ടയിൽ നിന്ന് അണ്ടവും ബീജവും കൂടിച്ചേർന്ന് സിക്താണ്ഡമുണ്ടായി. അത് മാതാവിന്റെ ഗർഭാശയത്തിൽ മറുപിള്ളയിൽ നിന്ന് ഭക്ഷണങ്ങൾ സ്വീകരിച്ച് ഒരു ഇരുണ്ട അറയ്ക്കകത്ത് ഒട്ടിപ്പിടിച്ച് കിടന്ന് അവിടെ നിന്ന് അത് വലുതായി, അത് മാംസപിണ്ഡമായി തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലെത്തി ഒരു പരിപൂർണ ജീവാവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ പരിവർത്തിപ്പിച്ചു. അതാണ് നാഥൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ തിരിച്ച് അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ ആലോചിക്കണം. അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്ന് ഈ രൂപത്തിലേക്ക് അള്ളാഹു നമ്മളെ മാറ്റി. ഇവിടുന്ന് നമുക്കൊരു മരണം, ഇവിടുന്ന് അള്ളാഹു നമുക്ക് ഏത് സമയത്തും അഹ്സനു താബിഉ എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന ഉവൈസുൽ ഖർണിയുടെ ഒരു സംസാരമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, യാ അജബൻ മിമ്മൻ യഅലമു അന്നൽ ജന്നത തസീനു ഫൗകഹു ഫഅന്നൻ നാറ തശ്ഉറു തഖ്തറു കൈഫ യനാമു. യാ അജബൻ മിമ്മൻ യഅലമു അന്നൽ ജന്നത തസീനു ഫൗകഹു ഫഅന്നൻ നാറ തശ്ഉറു തഖ്തറു കൈഫ യനാമു. അത്ഭുതമേ ഒരുത്തന്റെ കാര്യം, അത്ഭുതം. ആരാണവൻ? ഒരു സ്വപ്നത്തില് മുകളിലേക്കും താഴേക്കും നോക്കുമ്പോ സ്വർഗ നരകങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ എങ്ങനെ ഉറങ്ങാൻ സാധിക്കും എന്നാണ്. എങ്ങനെ ഉറങ്ങാൻ സാധിക്കും? ആലപ്പുഴയിൽ വളരെ പ്രായമുള്ള ഒരു മനുഷ്യൻ, ഒരുപാട് കാലം ദമാമിൽ ജോലി ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ രാത്രി ഉറക്കത്തിൽ അദ്ദേഹം ആലോചിച്ചത്, ഞാനിപ്പം മരണപ്പെട്ടാൽ എൻ്റെ ഖബറിടം എങ്ങനെയായിരിക്കും? അള്ളാഹു എന്നോട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും? എനിക്ക് രക്ഷപ്പെടാൻ വകുപ്പുണ്ടോ? അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന ഉത്തരം, രക്ഷപ്പെടാൻ വകുപ്പില്ല എന്നാണ്. എനിക്ക് രക്ഷപ്പെടാൻ വകുപ്പില്ല, എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അദ്ദേഹം അന്ന് തീരുമാനിക്കുകയാണ്, എന്ത്? ഞാൻ ഈ ലോകത്തെ ഏറ്റവും നല്ല പ്രവർത്തനത്തിൽ ഇനി എൻ്റെ സമയം ചെലവഴിക്കും. എന്തായിരുന്നു അത്? അത് ഖുർആനിന്റെ പാരായണവും ഖുർആനിന്റെ പഠനവുമായിരുന്നു. ഏറ്റവും നല്ല കാര്യം ഈ ലോകത്ത് നിർവഹിക്കാൻ അദ്ദേഹം സമയം ചെലവഴിക്കുകയാണ്. അങ്ങനെ വർഷങ്ങളോളം അദ്ദേഹം ഒരു ഖുർആനിന്റെ പ്രചാരകനായി നിലകൊണ്ടു. മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു പ്രയാസമില്ല. എന്താ കാരണം? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം തിരിച്ചറിയാണ്, പടച്ചോനെ മനസ്സിലാക്കുകയാണ്, എനിക്ക് പോകാൻ സമയത്തുണ്ട്, എൻ്റെ ജീവിതത്തിന്റെ യാത്ര അവസാനമായിട്ടുണ്ട്, ഞാൻ 50 എത്തി നിൽക്കുകയാണ്, എനിക്കിനി അധികം ആയുസില്ല.
അതുകൊണ്ട് എൻ്റെ പരലോകത്തെക്കുറിച്ച് ഞാൻ നിരന്തരമായ ബോധം എനിക്കുണ്ടാകണം എന്നാണ്. അത്രേ ഉള്ളൂ. അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ ശവപ്പെട്ടി കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സതീർത്ഥ്യരോട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ശവപ്പെട്ടി കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ 2 കൈയും നിങ്ങൾ പുറത്തേക്കിടണം. അപ്പോൾ ആൾ ചോദിച്ചു, എന്തിനാണത്? ഹിസ്റ്ററി പുസ്തകത്തിൽ ദ ഗ്രേറ്റ് അലക്സാണ്ടർ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. മഹാനായ അലക്സാണ്ടറിനോട് ആളുകൾ ചോദിക്കുക, എന്തിനാണത്? അദ്ദേഹം പറഞ്ഞു, ലോകത്തെ ഏറ്റവും വലിയ സൈന്യം, ഏറ്റവും വലിയ പട, ഏറ്റവും വലിയ സമ്പത്തുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ മരണപ്പെടുന്ന സമയത്ത് മനുഷ്യർക്ക് മനസ്സിലാവണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ വെറുതെ മരിക്കുകയാണ്. എന്നാൽ ഒരു മുസ്ലിം അങ്ങനെയാണോ മരിക്കേണ്ടത്? അല്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് മരിക്കാൻ സാധിക്കണം. അതിന് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലിങ്ങനെ വരണം. വദ്കുറുല്ലാഹ ദിക്റൻ കസീറ. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. ഇസ്ലാമിന്റെ അറിവ് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ അറിവ്, ഇപ്പൊ ഈ നോമ്പിന് ഇസ്ലാമിന്റെ അറിവ് യഥാർത്ഥ രൂപത്തിൽ നെഞ്ചിന്റെ ഉള്ളിലേക്ക് കയറിയ മനുഷ്യരുണ്ടാവും. അവരുടെ ഉള്ളിൽ എപ്പോഴും സമാധാനം ഉണ്ടാവും. കാരണം എന്താ? ഈ ലോകത്ത് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല വിഭവം, ഏറ്റവും നല്ല സമ്മാനം, ഏറ്റവും നല്ല അനുഭവം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. ഹില്യത്തു ത്വാലിബുൽ ഇൽമ് എന്നൊരു പുസ്തകമുണ്ട്. ഹില്യത്തു ത്വാലിബുൽ ഇൽമ്. അറിവ് നേടുന്നവരുടെ ആടകൾ, ആഭരണങ്ങൾ, ആധാറുകൾ, അടയാളങ്ങൾ എന്നതിലേക്കൊക്കെ പരിഭാഷപ്പെടുത്താവുന്ന ഒരു പുസ്തകമാണത്. ആ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുള്ള ലോകപ്രശസ്തനായ ഇസ്ലാമിക പണ്ഡിതൻ പറയുന്നുണ്ട്, അൽ ഇൽമു സ്വലാത്തു സിർ വ ഇബാദത്തുൽ ഖൽബ്. അൽ ഇൽമു സ്വലാത്തു സിർ വ ഇബാദത്തുൽ ഖൽബ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ അത് സ്വലാത്തു സിറാണ്. എന്താ സ്വലാത്തു സിർ എന്ന് പറഞ്ഞാൽ? അത് രഹസ്യമായ നമസ്കാരമാണ്. വ ഇബാദത്തുൽ ഖൽബ്, അത് മനസ്സിന്റെ ആരാധനയാണെന്നാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കയറുമ്പോഴാണ് നമുക്ക് സങ്കടം ഉണ്ടാവുക, നമ്മൾ കരയുക, നമ്മൾ ദുഃഖിക്കുക, നമ്മൾ പ്രയാസപ്പെടുക, നമ്മൾ പാപമോചനത്തെക്കുറിച്ച് ആലോചിക്കുക, പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ആൽഫിൻ ടോഫ്ലർ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ഒരാൾ, അദ്ദേഹം ഇസ്ലാം അത് നിഷേധിയായിരുന്നു ഒരുപാട് കാലം. പടച്ചോനില്ല, റബ്ബില്ല എന്ന് പറഞ്ഞ ആളാണ്. പടച്ചോനില്ല. ആന്റണി ഫ്ലൂ, ഞാൻ പേര് മാറിപ്പോയി. ആന്റണി ഫ്ലൂ പടച്ചോനില്ല, റബ്ബില്ല എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പിൽ ഒരുപാട് പ്രസംഗിച്ച ആളാണ്. അങ്ങനെ നിരന്തരം പ്രസംഗിക്കുന്നു, ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യുന്നു, സംസാരിക്കുന്നു, വലിയ പ്രസംഗം നടത്തുന്നു, വലിയ പ്രഘോഷണങ്ങൾ നടത്തുന്നു, വലിയ സെലിബ്രിറ്റിയായി മാറുന്നു. പക്ഷെ അദ്ദേഹം ഖുർആൻ വായിക്കുകയാണ്. ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് ഖുർആന്റെ പരലോക വിശ്വാസം ആ പരലോക വിശ്വാസം മനസ്സിലാക്കുകയാണ്. ഖുർആനിൽ പരാമർശിക്കപ്പെടുന്ന മരണാനന്തരമുള്ള ജീവിതം, ഖബറിൽ കിടക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഖബറിൽ കിടക്കുന്ന മരണം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. നമ്മളിങ്ങനെ ഖബറിൽ പോയി കിടന്നാൽ നമ്മുടെ മേലെ കല്ലാണ് വരിക. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇരയും മേൽ കണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും വിടവിനെ വാറിലേ. ഹതമേതും ഹീതം കണ്ട് അതിന്മീതെ മറമാടും കബർ ബഹു ജോറിലെ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആളുകളുടെ ഖബറിടത്തിൽ പോകാൻ അവസരം ഉണ്ടായി. അപ്പൊ ആ മണ്ണ് പഴയതായിട്ടില്ല, ആ മണ്ണിന്റെ മേലെ പുല്ല് മുളച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വളരെ പെട്ടെന്ന് മരിച്ച ആൾക്കാരാണ്. ഇറാനെ കുറിച്ചുള്ള ഒരൊറ്റ ഫോട്ടോ നമ്മൾ ഗൂഗിളിൽ പരതിയാൽ നമുക്കിങ്ങനെ പെട്ടികൾ കാണാൻ പറ്റും. അത് ആ സ്കൂളിൽ കൊണ്ടുപോയി ബോംബിട്ടപ്പോൾ മരിച്ച കുട്ടികളെ കൊണ്ടുപോയി ഖബറടക്കുന്ന ആ ഖബറിന്റെ ചിത്രമാണ്. ഫലസ്തീനിൽ ഇസ്രായേൽ നരവേട്ട നടത്തിയിട്ട് ഇസ്രായേലി ജൂതപ്പട ഫലസ്തീനി കുട്ടികളെ ആദ്യം ചെയ്തത് ഈ ഷിഫ്റ്റ് നോക്കിയിട്ട് എപ്പോഴാണോ കുട്ടികൾ സ്കൂളിൽ നിന്ന് പോകുന്നത് അവരുടെ തലയ്ക്ക് മുകളിൽ കൊണ്ടുപോയിട്ട് ബോംബ് വർഷിച്ചിട്ടാണ്, മിസൈല് വർഷിച്ചിട്ടാണ് ഫലസ്തീനി കുട്ടികളെ കൊന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇവരൊക്കെ ചെയ്യുന്ന ക്രൂരതക്ക് നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ഖബറിലേക്കാണ്. അതിലൊരു വരിയുണ്ട്,
ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയണ് ഉലകത്തിൽ തനി എന്നിലാരെന്ന്. വീട്ടിലെ ഉമ്മയോ ഭാര്യയോ പറയും, ഇനി എനിക്ക് ആരാണ് അവസാനമുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. കട്ടിപ്പാറ ദുരന്തം ഉണ്ടായപ്പോൾ അവിടുത്തെ ഒരു യുവാവ്, അഫ്സലോ ഫൈസലോ എന്തോ പേരാണ്, അവരുടെ ചിത്രം ഉണ്ടായിരുന്നു മനോരമ പത്രത്തിൽ. വീട്ടിലെ മുഴുവൻ ആളുകളും മരണപ്പെട്ടു പോയി, മുഴുവൻ ആളുകളും. എന്നിട്ട് ഒരു മതിലിൽ ചാരി നിൽക്കുക, ഒരു മുണ്ടെടുത്തൊരു ടീഷർട്ട് ഇട്ടിട്ട് ആ മണ്ണിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഉപ്പ പോയി, ഉമ്മ പോയി, സഹോദരങ്ങൾ പോയി, എല്ലാവരും പോയി. ആ വീട്ടിൽ അവൻ മാത്രം ഒറ്റക്കായി. അവർക്ക് ആരാണ് ആശ്വാസം നൽകുന്നത്? ഫലസ്തീനിൽ 73,000 ആളുകൾ മരണപ്പെട്ടു. അതിൽ 73,000 കുട്ടികളുണ്ട്. മരണപ്പെട്ടു. അവർ വീടുകൾ മാറി ടെന്റിലേക്ക് പോയി. അവിടുത്തെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി തകർന്ന് തരിപ്പണമായി. 80% കലാശാലകളും വീടുകളും തകർന്ന് അവർ ഒറ്റപ്പെട്ടുകൊണ്ട് വീടില്ല, നാടില്ല, ഉപ്പയില്ല, ഉമ്മയില്ല, നേരെ ടെന്റിൽ പോയി താമസിച്ചു. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ആ ടെന്റിൽ മഞ്ഞ്, കാറ്റ്, ടെന്റ് ഇങ്ങനെ പാറിപ്പോവാണ്. ആ മക്കൾക്ക് ആരാ ആശ്വാസം കൊടുക്കുന്നത്? അവരൊരിക്കൽ പോലും അള്ളാഹുവിനെ തള്ളി പറഞ്ഞില്ല. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. അതാണ് ഈമാൻ. ഇവിടെ പന്തിരിക്കരയിൽ, പേരാമ്പ്രയിലെ പന്തിരിക്കരയിൽ നിപ്പ വൈറസ് ഉണ്ടായി. ഒരു വീട്ടിൽ നിന്ന് 33 ദിവസം കൊണ്ട് ഒരു വീട്ടിൽ 3 പേര് മരണപ്പെട്ടു. 3 പേര് മരണപ്പെടുകയാണ്. വയനാട്ടിലെ പുത്തുമലയിൽ മല ഒലിച്ചുപോയി. ഞാൻ ആ വയനാട്ടിലെ പുത്തുമല കാണാൻ വേണ്ടി പോയപ്പോ അവിടെ ഞാനും കുറച്ച് സുഹൃത്തും കൂടെ പോയത്. അവിടുത്തെ ഒരാൾ പറഞ്ഞു നമുക്ക് മുകളിൽ കയറാന്ന്. ഈ മുകളിൽ കയറിയിട്ട് പുത്തുമല ഇങ്ങനെ കാണുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെയാണ് ആദ്യത്തെ വീടുണ്ടായിരുന്നത്. ഈ വീടിന്റെ തൊട്ട് ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ആ മരം അവിടുന്ന് പൊട്ടി ഒലിച്ചിട്ട് ഏറ്റവും താഴെ ഒരു ചെറിയ പാലമുണ്ട്. ആ പാലത്തിൽ വന്നിട്ടാണ് അടിഞ്ഞത്. അപ്പൊ ഇതൊക്കെ കണ്ട് ആ സമയത്ത് മഴ പെയ്തു. ആ മഴ ഇങ്ങനെ ഒരു ഭീകരത, ഒരു പ്രകൃതി അതിന്റെ ഏറ്റവും വലിയ ഭീകരത നിറഞ്ഞാടിയ സ്ഥലത്ത് പെയ്യുന്ന മഴയ്ക്ക് പോലും അതിഭീകരമായ ഒരു മണവും ഒരു സ്വാധീനവും ഉണ്ട്. മഴ ഇങ്ങനെ പെയ്യുമ്പോൾ അവിടുത്തെ ആൾക്കാർ എന്നോട് ചോദിച്ചു, ഈ മഴ പോലും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതിനേക്കാൾ ഭീകരമായ മഴയുള്ള ഒരു സന്ദർഭത്തിലാണ് ആ മല പൊട്ടി ഒലിച്ചതെന്ന്. അങ്ങനെ മഴ ഇങ്ങനെ പെയ്താണ്ട് തുടങ്ങുമ്പോൾ ഞങ്ങൾ ഓടിയിട്ട് ഒരു ബസ് സ്റ്റോപ്പിൽ കയറി. ബസ് സ്റ്റോപ്പിൽ കയറിയപ്പോൾ അവിടെ ഒരു മോനുണ്ട്. ഒരു മോൻ ഒരു നീല ജീൻസ് പാൻറ്റും ഒരു ടീഷർട്ടും ഒരു ബാഗും ഇട്ടിട്ട് ആ മോൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കടല വേണമെന്ന് ചോദിച്ചു. കയ്യിലൊന്നും കടലില്ല. അപ്പം ഞാൻ പറഞ്ഞു കടല തന്നോ. എനിക്ക് 2 പാക്കറ്റ് കടലെടുത്ത് തന്നു. ഞാൻ ആ കുട്ടിക്ക് പൈസ കൊടുത്തു. ബാക്കി പൈസ വാങ്ങുന്ന സന്ദർഭത്തിൽ ഞാൻ അവനോട് ചോദിച്ചു, മോനെ എന്താണ് പേര്, എവിടെ വീട്? ഇപ്പൊ വീടൊരു 5.5-6 കിലോമീറ്റർ അപ്പുറത്താണ്. ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഉമ്മ ഉണ്ട്. ചോദിച്ചു വേറെ ആരും ഇല്ലേ? വേറെ ആരും ഇല്ല. ഉപ്പ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ മുഖം താഴേക്ക് പോയി. അവൻ്റെ കണ്ണിൻ്റെ ഓരത്ത് കണ്ണുനീരിങ്ങനെ വരികയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഉപ്പ എവിടെ? ഓൻ പറയാണ് ഉപ്പ ഇവിടെ മരിച്ചാണ്. ഉപ്പ മരിച്ച ഒരു സ്ഥലത്ത് ഈ മകൻ കടല കച്ചവടം ചെയ്യാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ വയനാട് യാത്ര കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് ആ കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. സ്വന്തം ഉപ്പ താഴ്ന്നു പോയ ഒരു സ്ഥലത്ത് കാഴ്ചക്കാരായി വരുന്ന ആളുകൾക്ക് കടല വിറ്റുകൊണ്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ട ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. അതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ സന്ദർഭങ്ങളൊക്കെ നമുക്കില്ലാതെയാവും. നമ്മളിപ്പോൾ ഒറ്റപ്പെടും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, മരണചിന്ത. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സൂചിപ്പിച്ച ആ പാശ്ചാത്യനായ എഴുത്തുകാരൻ, ആ രാജ്യാന്തര പ്രശസ്തനായ നേതാവ്, അദ്ദേഹം ദൈവമില്ല എന്ന് ഓക്സ്ഫോർഡിൽ പ്രസംഗിച്ച ആളാണ്. ആന്റണി ഫ്ലൂ. ദൈവമില്ല, ഈ ലോകത്ത് ദൈവത്തിന്റെ ആവശ്യമില്ല. അദ്ദേഹം ഖുർആൻ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം 2ാമതൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേര് ദർ ഇസ് എ ഗോഡ് എന്നാണ്. ലോകത്ത് ഒരു ദൈവമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത് തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പടച്ചോൻ ഈ ഭൂമിയെ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു വസ്കാലഹാ വഖാലൽ ഇൻസാനു മാലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ആ സിൽസാലഹ, സുൽസിലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ആ കമ്പനമാണ്. ഒരു ചെറിയ കുലുക്കല്, ഒരു ചെറിയ ഇളക്കം മതി
ഈ ഭൂമി തകിടം മറിയും. ഇപ്പൊ സുമാത്രയിൽ, ഇന്തോനേഷ്യയ്ക്ക് അടുത്തുള്ള സുമാത്രയിലാണ് സുനാമി ഉണ്ടായത്. സുനാമി ഉണ്ടായിട്ട് എവിടെ വരെ എത്തി? സുനാമി ഉണ്ടായിട്ട് ഇന്തോനേഷ്യയിലെ സുമാത്രയിലെ സുനാമി കൊല്ലം കടപ്പുറത്തെത്തി. കൊല്ലം കടപ്പുറത്തിൻ്റെ അടുത്തൊരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോ അവിടുത്തെ സുഹൃത്തുക്കൾ കൊല്ലം കടപ്പുറം കാണാൻ വേണ്ടി കൊണ്ടുപോയി. അവിടെ കല്ലിൽ 100 പേരുടെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. എന്താണത്? കൊല്ലത്ത് സുനാമിയിൽപ്പെട്ട് മരണപ്പെട്ടു പോയ ആളുകളുടെ ചിത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറഞ്ഞാൽ. ഉയർന്നു നിൽക്കുന്ന ബിൽഡിംഗ് ചിലപ്പോൾ പൊളിഞ്ഞു വീഴും. നാം വളരെ ആരോഗ്യവാനായി നിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുന്ന നമ്മൾ പെട്ടെന്ന് ആരോഗ്യസ്ഥിതി നമ്മളിൽ നിന്ന് അങ്ങോട്ട് ഇല്ലാതെയാവും. നമ്മുടെ സമ്പത്ത്, ഇപ്പൊ 3 വിഭാഗം ആളുകളാണ് ലോകത്തുള്ളത്. 3 വിഭാഗം ആളുകളാണ് ലോകത്തുള്ളത്. ഒന്ന്, ജീവിതം അടിച്ചു പൊളിക്കണമെന്ന് തീരുമാനിച്ച ആൾക്കാരാണ്. എവിടെയും എപ്പോഴും ജീവിതം അടിച്ചു പൊളിക്കുക. 2, ജീവിതത്തിൽ പണം മാത്രം വേണമെന്ന് തീരുമാനിക്കുന്ന മനുഷ്യർ. പണത്തെ പ്രൈം പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക എന്ന് മാത്രം തീരുമാനിച്ച ആളുകൾ. 3ാമത്തെ ആളുകൾ ആരാണ്? അവരാണ് അല്പം പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയും ആശയപരമായ അറിവും സമൂഹത്തിലേക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കുന്നവരും മതജീവിതം നയിക്കുന്നവരുമാണ് ഈ 3ാമത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ. അവർ ലോകത്ത് ന്യൂനപക്ഷമായിരിക്കും. ന്യൂനപക്ഷം. പക്ഷെ അവരുടെ ഈമാൻ ഉണ്ടല്ലോ, അവരുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ലോകത്ത് മറ്റാർക്കും ഇല്ലാത്ത ഒന്നായിരിക്കും. ആ ഈമാനിന്റെ അവസ്ഥയിലേക്ക് എത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. നമുക്ക് ആ സാധ്യതയാണ് പരലോക. ഇപ്പൊ സ്വഹാബത്തിന്റെ ജീവിതം നമ്മൾ പഠിച്ചു നോക്കൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തയിൽ മുഴുവൻ ഹദീസുകളായിരുന്നു. ഇദാ സഹൽ ഹദീസു വ മദ്ഹബി. ഹദീസുകളിലൂടെ തന്റെ പരലോകത്തെ വിജയപ്രദമാക്കാൻ പരിശ്രമിച്ച സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് സ്വഹാബിമാരുണ്ട്. ഒരിക്കലൊരു സ്വഹാബി വന്നിട്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഉഹിബ്ബുക്, അല്ലാഹുവിന്റെ റസൂലെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, നീ എന്താണ് ഈ പറയുന്നത്? നിനക്ക് എന്നെ ഇഷ്ടമാണെന്നോ? അതേ റസൂലെ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. യാ റസൂലല്ലാഹ് ഉഹിബ്ബുക്, അല്ലാഹുവിന്റെ റസൂലെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എന്നെ ഇഷ്ടപ്പെട്ടാൽ നീ പട്ടിണി കിടക്കാൻ തയ്യാറാവുക, ദാരിദ്ര്യം അനുഭവിക്കാൻ തയ്യാറാവുക, സങ്കടപ്പെടാൻ തയ്യാറാവുക. പട്ടിണി, ദാരിദ്ര്യം, സങ്കടം, ഇതിന് നീ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അതേ റസൂലെ, ഇതിന് ഞാൻ തയ്യാറാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കണ്ണുകൾ നിറഞ്ഞു. ആ സ്വഹാബി എന്തിനും തയ്യാറായി വന്നതാണ്. എന്താ കാരണം? സ്വർഗം നേടണമെന്ന ആഗ്രഹമാണ്. പ്രവാചകൻ ഷാബു അബി ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ താമസിച്ചു. ഷാബു അബി ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ ആദ്യഘട്ടത്തിൽ 3.5 മാസത്തെ താമസം എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പൊ ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പ്രയാസപ്പെടുകയാണ്. എല്ലായിടത്തും ആ പ്രശ്നമാണ്. നമുക്ക് ഫ്യൂൽ ഇല്ല, ഗ്യാസ് ഇല്ല, അതൊക്കെ പ്രശ്നമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷാബു അബി ത്വാലിബിന്റെ മലഞ്ചെരുവിൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് പ്രവാചകൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ഉറങ്ങുമ്പോൾ. അപ്പൊ പ്രവാചകന്റെ തലയിണ എന്താണ്? ഒരു വലിയ കല്ലാണ്. ആ കല്ലിൽ തൻ്റെ തല പതുക്കെ ചാരി വെച്ചുകൊണ്ട് പ്രവാചകൻ ഉറങ്ങുമ്പോൾ വലതും ഇടതും നോക്കും. ഇടതുഭാഗത്തും സ്വഹാബത്ത് കിടക്കുന്നുണ്ട്. അതിൽ പണമുള്ളവരും ഉണ്ട്, പണക്കാരും ഉണ്ട്. ആ നാട്ടിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഉപേക്ഷിച്ചുകൊണ്ട് ആ മലയുടെ അടിവാരത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ആ ആദർശത്തിൽ നിന്ന് ഞാൻ ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലയുടെ കൂടെ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ മുതലാളിമാരായി ജീവിക്കാൻ കഴിയുന്നവർ, പഴുത്തു നിൽക്കുന്ന ഈത്തപ്പന തോട്ടങ്ങൾക്കിടയിലൂടെ നടന്നുപോയി അള്ളാഹു കൊടുത്തിട്ടുള്ള സമ്പത്ത് അനുഭവിക്കാൻ തീരുമാനിച്ചവരല്ല അവർ. മറിച്ച് ആ തോട്ടവും ആ സമ്പത്തും അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പ്രവാചകന്റെ കൂടെ രാത്രി ഉറങ്ങാനും ആ ആദർശ പാതയിൽ അണിനിരക്കാനും തീരുമാനിച്ചവരാണ് അവർ. അവർക്ക് ഭൗതിക സുഖങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രവാചകൻ പറയും, എൻ്റെ കൂടെ പാവപ്പെട്ടവരും ഉണ്ട്, പണക്കാരും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ എഴുന്നേറ്റിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലോകത്ത് മനുഷ്യനാവശ്യം ഭക്ഷണമാണ്. ഈ മനുഷ്യന്റെ മൗലിക പ്രേരണ വിശപ്പാണ് എന്ന് പണ്ട് കോവിലൻ എഴുതിയിട്ടുണ്ട്. മൗലിക പ്രേരണ വിശപ്പാണ്. ഈ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഷാബു അബി ത്വാലിബിലൂടെ പ്രവാചകൻ നടക്കുമായിരുന്നു എന്നാണ്. ചരിത്ര പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഷാബു അബി ത്വാലിബിന്റെ മലഞ്ചെരുവിൽ കാറ്റടിക്കുന്ന സമയത്ത് കല്ലുകൾക്കിടയിൽ പാറി വന്നിരിക്കുന്ന ഒരൽപ്പം മണ്ണുണ്ടെങ്കിൽ ആ മണ്ണിൽ മുളച്ചു പൊന്തുന്ന ഇലകളായിരുന്നു പ്രവാചകന്റെ ഭക്ഷണം. ഇലകൾ മാത്രം കഴിച്ചുകൊണ്ട് പ്രവാചകൻ ജീവിച്ചു എന്നാണ്. ലോക ചരിത്രത്തിന്റെ വിരിമാറിൽ ഇത്ര ത്യാഗം ചെയ്തൊരു ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്താ പ്രവാചകൻ സ്വപ്നം കണ്ടത്? നാളെയുടെ സ്വർഗമാണ്. പ്രവാചകൻ ഓടിയിട്ടുണ്ട്, ഏറുകൊണ്ട് പ്രവാചകൻ ഓടിയിട്ടുണ്ട്. എന്തിനാണ്?
നാളെ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. അനാഥമായ ബാല്യം, ആടുകളെ മേച്ച് നടന്നിരുന്ന ജീവിതം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ജീവിതത്തിൽ പ്രവാചകന് ഉമ്മയുടെ സ്നേഹം എത്ര കിട്ടിയത്. ഉമ്മയുടെ കബറിടത്തിൽ പോയി പ്രവാചകൻ നിന്നിട്ട് ആ കബറിടത്തിലേക്ക് പ്രവാചകൻ നോക്കിയിട്ട് പ്രവാചകൻ കരയുമായിരുന്നു എന്നാണ്. അതങ്ങനെയാണ്, പ്രവാചകൻ അങ്ങനെ കരയും. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയത് ഉമ്മ മരണപ്പെട്ടാൽ നഷ്ടപ്പെടുന്നത് സ്നേഹത്തിൻ്റെ ഒരു രാജ്യം എന്നാണ്. ഉമ്മ മരണപ്പെട്ടാൽ നഷ്ടപ്പെടുന്നത് സ്നേഹത്തിൻ്റെ ഒരു രാജ്യമാണ്. ഒരു വല്ലാത്ത സംസാരമാണത്. ഏതാനും ദിവസം കഴിഞ്ഞിട്ട് ഉമ്മ മരണപ്പെട്ടത് ഒരു കവിതയായി എഴുതിയിട്ടുണ്ട്. ഒരു കവിത, ആ കവിത വായിച്ചാൽ മനസ്സുള്ള ആരും കരഞ്ഞു പോകും. അത്ര തീവ്രവും തീക്ഷ്ണവും വൈകാരിക സമ്പന്നവുമായ കവിതയാണ്. അതിൽ പറയുന്നുണ്ട്, ഉമ്മ മരിച്ചാൽ വീട് ഉണങ്ങും. ഉമ്മ മരിച്ചാൽ വീട് ഉണങ്ങും. ഉമ്മ മരിച്ച വീടുള്ള ആളുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ വീട് പകുതി ഉണങ്ങിയിട്ടുണ്ടാവും. ഉമ്മ മരിച്ചാൽ വീട് ഉണങ്ങും. അടുത്ത വരി, ഉമ്മ മരിച്ചാൽ വീട് ഉണങ്ങും, ഉറക്കം പാതിയിൽ മുറിയും, ഓർമ്മകൾ എഴുന്നേറ്റ് കരയും, ഉമ്മ ബാക്കിയാക്കിയത് ഓതിവെച്ച അടയാളമായിരുന്നു എന്നാണ്. ഇതാണ് ആ കവിത. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ എഴുതാൻ കാരണം? ഒരു ദിവസം രാത്രി ഉറക്കം നഷ്ടപ്പെട്ടു. ഉമ്മ മരിച്ചിട്ട് കരയാൻ പറ്റുന്നില്ല. 1, 2, 3 ദിവസമൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ വീടൊഴിഞ്ഞു പോയി. ഞാൻ ഒറ്റക്കായി വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഉറങ്ങുമ്പോൾ രാത്രി ഉമ്മയുടെ ഓർമ്മ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഉമ്മയുടെ റൂമിലേക്ക് നടന്ന് ചെന്നപ്പോൾ ഞാൻ ഉമ്മയുടെ ബെഡിൽ അവിടെ ഇരുന്നു. എന്തോ ഭാഗ്യത്തിന് ഉമ്മയുടെ മണം അവിടുന്ന് പോയിട്ടില്ല. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഉമ്മയുടെ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ടേബിളിൽ ഉമ്മയുടെ ഖുർആൻ ഉണ്ട്. അതിലെന്തോ ഒരു കാര്യം മടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആവേശത്തോടെ ആ ഖുർആൻ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ഉമ്മ അവസാനം ഓതിയത് അവിടെയാണ്. അത് ആലോചിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. അവിടുന്ന് എഴുതിയതാണ് ആ വരി. ആ വരിയാണിത്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഉമ്മ മരിച്ചാൽ വീട് ഉണങ്ങും, ഉറക്കം പാതിയിൽ മുറിയും. അടുത്ത വരി എന്താ? ഓർമ്മകൾ എഴുന്നേറ്റ് കരയുന്നാണ്. ഉമ്മ ബാക്കിയാക്കിയത് ഓതിവെച്ച അടയാളമായിരുന്നു. ഉമ്മാന്റെ അവസാനത്തെ മെസ്സേജ് എന്താ? ഞാൻ ഖുർആൻ ഓതിയിട്ടാണ് മരിച്ചത് എന്നാണ്. ഷെയ്ഖ് അബു ഹസൻ അലി നദ്വി, വളരെ പ്രശസ്തനായിട്ടുള്ള ലോക പണ്ഡിതൻ, ഇന്ത്യക്കാർക്ക് അഭിമാനം കൊള്ളാവുന്ന പണ്ഡിതൻ, ദുബായ് ഗവൺമെന്റ് ആദ്യമായിട്ട് ഹോളി ഖുർആൻ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അബു ഹസൻ അലി നദ്വിക്കാണ് ആ അവാർഡ് അവർ കൊടുത്തത്. ലോകത്ത് എത്ര പണ്ഡിതന്മാരുണ്ട്? സൗദിയിലും കുവൈത്തിലും ധാരാളക്കണക്കിന് മുസ്ലിം പണ്ഡിതന്മാരുണ്ട്. ആ മുസ്ലിം പണ്ഡിതന്മാർക്ക് ഒന്നും കൊടുക്കാതെ ഇന്ത്യയിലെ ഈ പണ്ഡിതന് കൊടുത്തു. അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് എന്ന പുസ്തകം എഴുതിയ, എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ലോകത്ത് പതനം അനുഭവിച്ചു എന്ന് എഴുതി വെച്ച, അതിനെ ആധികാരികവും ദാർശനികവുമായി അവതരിപ്പിച്ച രാജ്യാന്തര പ്രശസ്തനായ മഹാപണ്ഡിതൻ ഷെയ്ഖ് അബു ഹസൻ അലി നദ്വി. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ദുബായ് ഗവൺമെന്റ് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേകം എമിഗ്രേഷൻ, നമ്മൾ സാധാരണ പോകുമ്പോൾ എമിഗ്രേഷൻ ക്ലിയറൻസ് അല്ല, അദ്ദേഹത്തിന് വേണ്ടി സ്പെഷ്യൽ എമിഗ്രേഷൻ ഇവിടെയും അവിടെയും. അദ്ദേഹം ഇവിടുന്ന് ദുബായിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഭരണാധികാരികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയത് ഒരു ചെറിയ ഖുർആനാണ്. ഒരു ചെറിയ വസ്ത്രത്തിൽ പൊതിഞ്ഞ ഖുർആനുമായിട്ട് അദ്ദേഹം പോയി തിരിച്ചു വന്നു. ഏതാനും കാലം കഴിഞ്ഞപ്പോൾ അബു ഹസൻ അലി നദ്വി മരണപ്പെട്ടു. ഇങ്ങനെ അദ്ദേഹം മരിക്കുന്നതെന്നറിയോ? ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തിട്ട് ആ ഖുർആൻ ഇങ്ങനെ മടക്കി വെച്ചു അദ്ദേഹം മരണത്തിലേക്ക് പോയി എന്നാണ്. അതാണ് മരണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ചു, നമ്മളെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മരണം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന്. വൽആഖിബത്തു ലിൽ മുത്തഖീൻ, നിങ്ങൾ തഖ്വയോടുകൂടി മരിക്കണമെന്നാണ്. തഖ്വയോടുകൂടി മരിക്കാൻ സാധിക്കണം. നമ്മുടെ അവസാനിക്കുകയാണല്ലോ. ഓട്ടമില്ല, ചാട്ടമില്ല, മക്കളില്ല, പണമില്ല, അക്കൗണ്ടില്ല, വീടില്ല, കുടുംബമില്ല, നാടില്ല, സുഹൃത്തുക്കളില്ല, ആരുമില്ല. നമ്മൾ ഒറ്റക്ക്. നഫ്സിനെ കണ്ടാലറിയാത്ത മഅ്ശറാത്തൻ സഭയിൽ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ ഒറ്റക്ക് വിജയിക്കുന്ന സമയം അവിടെ ആയിരിക്കും. അതാണ് മരണം എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ഉണ്ടല്ലോ. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ മരണമുണ്ട്. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ, മക്കയിലെ ഏറ്റവും പൈസയുള്ള അദ്ദേഹം ഏറ്റവും ദരിദ്രനായിട്ട് മാറി. അദ്ദേഹം മരിച്ചു എന്ന് പ്രവാചകൻ അറിഞ്ഞിട്ട് പ്രവാചകൻ ആ മയ്യത്ത് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. വേഗത്തിൽ നടന്ന്
മിസ്അബ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിന്റെ അരികിൽ അങ്ങോട്ട് അധികം അടുക്കാതെ പ്രവാചകൻ കുറച്ച് ബാക്കിലേക്ക് നിന്നിട്ട് ആ മയ്യത്തിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ തലഭാഗത്ത് വസ്ത്രമുണ്ട്, കാലുഭാഗത്ത് പുല്ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലഖദ് റഅയ്തുക ബിമക്ക വമാ ബിഹാ അറഖുല്ല. മിസ്അബേ, നിന്നെ ഞാൻ മക്കയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അന്ന് നീ ധരിച്ച വസ്ത്രം ഏതാണ്? ആ വസ്ത്രം മിസ്അബ് ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം ഏറ്റവും മിനുസമുള്ള വസ്ത്രം. അതിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകിയിരുന്ന, അതിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വമിച്ചിരുന്ന, അതിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരുന്ന ആ മണവും ആ വസ്ത്രവും അനുഭവിക്കാൻ വേണ്ടിയിട്ട് അറബികൾ ഓടിക്കൂടുമായിരുന്നു. അറബികൾ ഇങ്ങനെ ഓടിക്കൂടും. അങ്ങനെ ഓടിക്കൂടിയിട്ട് അറബികളുടെ അഭിനിവേശമായി മാറിയിരുന്ന ഒരു സ്വഹാബി മരണപ്പെടുമ്പോൾ ദരിദ്രനായിട്ട് മരിക്കുകയാണ്. പ്രവാചകന്റെ കണ്ണുകൾ നിറയാണ്. അതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. നമ്മൾ അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ച് മരണപ്പെട്ടാൽ നമുക്ക് വേണ്ടി കരയാൻ ആൾക്കാരുണ്ടാവും, നമുക്ക് വേണ്ടിയിട്ട്. അല്ലാമ ഇക്ബാൽ പറയുന്നുണ്ട്, ഓടുന്ന ഓട്ടത്തിനിടക്ക് ഒന്ന് നിന്നിട്ട് ബാക്കിലേക്കൊന്ന് നോക്കണം. ആരൊക്കെ കൂടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ബാക്കിയാക്കിയിട്ടുണ്ട്, എൻ്റെ കൂടെ എന്തെല്ലാം ഉണ്ട്, നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെ സമ്പത്താണ് നമ്മൾ തേടിയത്. ഹാസിബു ഖബല അൻ തുഹാസബു, നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യണം, നിങ്ങൾക്കെതിരായി വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുന്നേ എന്നാണ്. അതിന്റെ താഴെ ഒരു വാക്യം കൂടി ഉണ്ട്, വസിനു അമാലക്കും ഖബല അൻ തൂസന അലൈക്കും. വസിനു അമാലക്കും ഖബല അൻ തൂസന അലൈക്കും. നിങ്ങൾ തൂക്കി നോക്കണം, നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ തൂക്കി നോക്കണം, നമ്മൾക്ക് എതിരായി തൂക്കപ്പെടുന്നതിന്റെ മുന്നേ എന്നാണ്. അപ്പൊ നമ്മൾ പ്രിയപ്പെട്ടവരെ, ജീവിതം വളരെ ചെറുതാണെന്ന് മനസ്സിലാക്കുക. പ്രവാചകൻ പറഞ്ഞില്ലേ, മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരാൾ, അദ്ദേഹത്തിന് ക്ഷീണവും ദാഹവും അനുഭവപ്പെട്ട് അയാൾ ഒരു മരത്തിന്റെ തണലിൽ വിശ്രമിക്കും. ആ വിശ്രമം അദ്ദേഹം കഴിഞ്ഞ് അദ്ദേഹത്തിന് ക്ഷീണവും ദാഹവും ഒക്കെ തീർത്ത് അദ്ദേഹം അടുത്ത യാത്രക്ക് പുറപ്പെടും. അദ്ദേഹവും ആ മരവുമായിട്ട് എത്ര ബന്ധമാണോ ഉള്ളത്, ആ ബന്ധം മാത്രമാണ് ഒരു വിശ്വാസിക്ക് ഇഹലോകവുമായിട്ടുള്ളത് എന്നാണ്. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, കടലിലെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനന്തമായ, എണ്ണിയാൽ തീരാത്ത ജലകളങ്ങളാണ് പരലോകം. കടലിലെ ഒരു തുള്ളി ജലം മാത്രമാണ് ഇഹലോകം എന്നാണ്. വളരെ കൃത്യമാണ്. കടലിലെ ഒരു തുള്ളി ജലം മാത്രമാണ് ഇഹലോകം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കും. അതുകൊണ്ട് നമുക്ക് എന്തുണ്ട്? നമ്മൾ എന്ത് ചെയ്തു വെച്ചു? നമ്മുടെ സമ്പത്ത് നമ്മൾ എന്തിനാ ചെലവഴിച്ചത്? നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമയം നമ്മൾ എന്തിനാ ചെലവഴിച്ചത്? നമ്മുടെ ആരോഗ്യം നമ്മൾ എന്തിനാ ചെലവഴിച്ചത്? നമ്മുടെ സൗകര്യങ്ങൾ നമ്മൾ എന്തിനാണ് ചെലവഴിച്ചത്? നമ്മൾ ആലോചിച്ച് നോക്കുക. 2011 ലോകത്തെ ഏറ്റവും പ്രസിദ്ധനായ ഒരു നൊബേൽ സമ്മാന ജേതാവുണ്ട്. ഞാൻ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 2011 നോബൽ സമ്മാനം കിട്ടിയ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് റാൽഫ് സ്റ്റീൻമാൻ എന്നാണ്. അമേരിക്കക്കാരനാണ്. 25 വർഷം അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു ലബോറട്ടറിയിൽ അദ്ദേഹം ക്യാൻസറിനെ കുറിച്ച് ഗവേഷണം നടത്തുകയാണ്. ക്യാൻസർ റീജിയണൽ ക്യാൻസർ സെന്ററിലും MVR ക്യാൻസർ സെന്ററിലൊക്കെ ഒരൊറ്റ വട്ടം പോയാൽ നമുക്ക് മനസ്സിലാവും. MVR ക്യാൻസർ സെന്ററിൽ ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ, അത് തുടങ്ങുന്ന സമയമാണ്, അധികം ബിൽഡിംഗ് ഒന്നും ആയിട്ടില്ല. മുക്കത്ത് നിന്ന് NIT ബസ് കയറി കട്ടാങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി MVR ക്യാൻസർ സെന്ററിലേക്ക് നടന്നു ചെന്ന്, അപ്പം അവിടെ രോഗികളുടെ ഒരു വാർഡ് ഓപ്പണായി കിടക്കുകയാണ്. അതിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയ പൈതൽ അവിടെ കിടക്കുന്നുണ്ട്, ഒരു വെള്ള ബെഡിൽ കിടക്കുകയാണ്. ആ പൈതൽ നമ്മളങ്ങനെ നോക്കുമ്പോൾ ഈ തൊണ്ട മുറിച്ചിട്ടുണ്ട്, എന്നിട്ടൊരു പൈപ്പ് ഇട്ടിരിക്കുകയാണ്. ഇപ്പം ത്രോട്ട് ക്യാൻസർ വന്നിട്ട് ആ കുട്ടി അതിൻ്റെ ചികിത്സക്ക് വിധേയമാവുന്നു. നമുക്ക് നമ്മുടെ തൊണ്ട ഇടറി, കണ്ണുകൾ നനഞ്ഞ്, ഹൃദയം നനഞ്ഞുകൊണ്ടല്ലാതെ ഒരടി പിന്നെ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാണ്. ഒരു പിഞ്ചു, എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. ആ കുട്ടിയുടെ മാതാപിതാക്കള്, പിന്നീട് ഞാൻ പല പ്രാവശ്യം അവിടെ പോയി, എൻ്റെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരാളുടെ ചികിത്സക്ക് വേണ്ടി പല പ്രാവശ്യം പോകുമ്പോൾ കുട്ടികൾ, മക്കൾ, പ്രായമുള്ളവരൊക്കെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ശരീരത്തിനകത്ത് എങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാകുന്നത് എന്ന് 25 വർഷം ഗവേഷണം നടത്തിയ റാൽഫ് സ്റ്റീൻമാൻ അദ്ദേഹത്തിന്റെ ഗവേഷണം പൂർത്തിയാക്കി. അദ്ദേഹം വലിയൊരു പുസ്തകം എഴുതി. അത് നോബൽ സമ്മാനം കൊടുക്കുന്ന കമ്മിറ്റിക്ക് മുമ്പിൽ ആ പുസ്തകം കൊടുത്തു. എന്നാൽ അദ്ദേഹം കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ വയറിൽ ഒരു വേദന അനുഭവപ്പെട്ടു. വേദന വരുമ്പോൾ നമുക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവാത്തൊരു വേദന എങ്ങനെ നിന്നാൽ, അത് പെർസിസ്റ്റ് ചെയ്താൽ നമുക്ക് ബേജാറാവും. അദ്ദേഹത്തിന് ടെൻഷനായി. അദ്ദേഹം ഛർദ്ദിക്കുമ്പോൾ രക്തം പുറത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹം തൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ അടുക്കൽ പോയി പരിശോധന നടത്തിയപ്പോൾ
അദ്ദേഹത്തിൻ്റെ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ക്യാൻസറാണ്. മനുഷ്യ ശരീരത്തിനകത്ത് എങ്ങനെയാണ് ക്യാൻസർ വരുന്നത് എന്ന് 25 വർഷം ഗവേഷണം നടത്തിയ ഒരു ഡോക്ടർക്ക് ക്യാൻസർ ബാധിച്ചിട്ട് ആ ക്യാൻസർ വന്നത് അറിയാതെ അദ്ദേഹം നോബൽ സമ്മാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് അത് വാങ്ങാൻ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്താണെന്നറിയോ? നോബൽ സമ്മാനം കിട്ടിയിട്ട് മരിക്കണം എന്നായിരുന്നു. നോബൽ സമ്മാനം കിട്ടിയിട്ട് മരിക്കണം. എന്നാൽ സംഭവിച്ചത് എന്താ? നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നതിൻ്റെ 3 ദിവസം മുന്നേ അദ്ദേഹം മരണപ്പെട്ടു പോയി. 2011 വൈദ്യശാസ്ത്ര നൊബേൽ കിട്ടിയ ആള് അത് കയ്യിൽ ഏറ്റുവാങ്ങാൻ സാധിക്കാതെ മരിച്ചു എന്നാണ് ചരിത്രം. ഇത്രയുള്ള ജീവിതം വളരെ പെട്ടെന്ന് പ്രിയപ്പെട്ടവരെ അവസാനിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഇടക്കാണ് നമ്മൾ അള്ളാഹുവിനെ മറക്കുന്നത്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടാണ് നിന്റെ മനസ്സ് ശാന്തമായി തീരുന്നത്. റബ്ബിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ഓർക്കണം. നമ്മൾ മരിച്ചുപോയി കിടക്കുന്ന ആ ഖബറിനെ കുറിച്ച് നമ്മൾ എത്ര പേര് ആലോചിച്ചിട്ടുണ്ട്? പുളിക്കലെ നമ്മുടെ ഒരു സുഹൃത്ത് ഈ ഖബറുമായി ബന്ധപ്പെട്ടും മരണവുമായി ബന്ധപ്പെട്ടും മയ്യത്ത് കുളിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വീഡിയോ ഇറക്കുന്ന ആളാണ്. അദ്ദേഹം ഖബറിനെ കുറിച്ചൊരു വീഡിയോ ഇറക്കിയിട്ട് സ്വയം മയ്യത്തായി. ആധുനിക ലിബറൽ രാഷ്ട്രീയത്തിന്റെ മേച്ചിൽ പുറങ്ങളിൽ ജീവിതം സമർപ്പിക്കുന്ന വിദ്യാർത്ഥി കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യൂസുഫ് നബിയെ സലീഹ തന്റെ മണിയറയിലേക്ക് ക്ഷണിക്കുകയാണ്. വാതിലടച്ചുകൊണ്ട് എന്റെ മിനുമിനുത്ത ബത്തയിലേക്ക് വരൂ. സുന്ദരിയാണ്, ആഢ്യത്വമുള്ള, അധികാരമുള്ള പെണ്ണാണ് സലീഹ. എന്റെ മണിയറയിലേക്ക് വരൂ, നമുക്ക് പരസ്പരം ശരീരം പങ്കിടാം, ശരീരത്തിന്റെ ചൂട് പങ്കിടാം, നമുക്ക് കാമലീലകളിൽ ഏർപ്പെടാം, കാമവിശുദ്ധി നഷ്ടപ്പെടുത്തിയിട്ട് എന്റെ മണിയറയിലേക്ക് വരൂ എന്ന് സലീഹ വിളിച്ചു പറയുന്ന സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, സലീഹ നീ ആരാണ്? നീ അധികാരമുള്ള സ്ത്രീയാണ്, നീ സൗന്ദര്യമുള്ള സ്ത്രീയാണ്, നീ ആഢ്യത്വമുള്ള സ്ത്രീയാണ്. പക്ഷേ നിന്റെ ശരീരത്തിന്റെ ആഗ്രഹത്തിന് ഞാൻ എൻ്റെ ശരീരത്തെ വിട്ടുതരില്ല. കാരണം എൻ്റെ റബ്ബ് കാണുന്നുണ്ട്. നീ അധികാരമുള്ള പെണ്ണല്ലേ, എന്നെ കൊണ്ടുപോയി ജയിലിൽ അടച്ചോളൂ എന്ന് പറയാണ്. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ, അതാണ് പരലോകബോധം എന്ന് പറഞ്ഞാൽ. ഇത് കേട്ടുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ സലീഹ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. സലീഹയുടെ മനസ്സ് മാറിയെന്നാണ്. അതാണ് പരലോകബോധം എന്ന് പറഞ്ഞാൽ. മദ്യപിച്ച ആളുകൾ, നമ്മുടെ നാട്ടിലെ വിവാഹ ജീവിതത്തിന്റെ തലേ ദിവസം വരൻ തൻ്റെ സുഹൃത്തുക്കൾക്ക് മദ്യമൊഴിച്ചു കൊടുക്കുകയാണ്. എല്ലാവർക്കും മദ്യമൊഴിച്ചു കൊടുക്കുക. ഇപ്പൊ ലഹരി വാങ്ങിക്കൊടുക്കുകയാണ്. എന്നിട്ട് പിറ്റേ ദിവസം വെള്ള വസ്ത്രം ചാലിച്ച വസ്ത്രമിട്ട് ഹംദും സ്വലാത്തും ഉച്ചരിച്ചിട്ട് വിവാഹത്തിലേക്ക് വരികയാണ്. എന്ത് പരലോകബോധമാണ്, എന്ത് ലോകമാണ്! നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്താ പരലോകബോധം എന്ന് പറഞ്ഞാൽ? ഖുർആൻ കേൾക്കുക, സ്വീകരിക്കുക. നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. മദീനയിലെ അറിയപ്പെടുന്ന മദ്യവ്യാപാരിയായിരുന്നു അബൂ ത്വൽഹത്ത്. അറിയപ്പെടുന്ന ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് ടൈക്കൂൺ ഓഫ് മദീന എന്ന് വിളിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മദ്യവ്യാപാരിയായിരുന്ന അബൂ ത്വൽഹത്തിന്റെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹുവിനോട് അബൂ ത്വൽഹത്ത് പറയും, അനസേ, ഇവിടെ ഈ മദ്യഷാപ്പിൽ കള്ളു കുടിക്കാൻ വരുന്ന ആളുകൾക്കൊക്കെ നീ മദ്യമൊഴിച്ചു കൊടുക്കണം. ഏതൊരുവന്റെ കോപ്പയിലാണോ മദ്യം കുറയുന്നത് അവർക്ക് പോയിട്ട് മദ്യമൊഴിച്ചു കൊടുക്കണമെന്നാണ്. അതാണ് ഉപദേശം. ക്ലൈന്റ് ഇസ് ദ കിങ്. കയറി വരുന്നവനെ രാജാവായി പരിഗണിക്കണമെന്നാണ് ബിസിനസ്. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം അനസ് റളിയല്ലാഹു അൻഹു കള്ളിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോ അബൂ ത്വൽഹത്ത് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു കുട്ടി എന്തോ ചൊല്ലിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അബൂ ത്വൽഹത്ത് അനസിനോട് പറയുന്നുണ്ട്, യാ അനസ് ഇസ്തമിഅ മാദാ യഖൂൽ ഫഇന്നഹു മുനാദി റസൂലില്ലാ. അനസേ, ആ വരുന്ന കുട്ടി ചില്ലറക്കാരനല്ല. ഫഇന്നഹു മുനാദി റസൂലില്ലാ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ പറയുന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും ചിന്തകളും ഖുർആനും ആലോചനയും പ്രബോധനത്തിന്റെ വാക്കുകളും ഉപദേശങ്ങളും ഒക്കെ പറയുന്ന കുട്ടിയാണവൻ. അതുകൊണ്ട് ആ കുട്ടി പറയുന്നത് എന്താണ് എന്ന് നീ ശ്രദ്ധിച്ച് കേൾക്കണം മനസ്സേ എന്ന് പറയാണ്. അപ്പൊ ഈ മദ്യഷാപ്പിന്റെ ഉള്ളിന്ന് അബൂ ത്വൽഹത്ത് മനസ്സും കൂടി ഇങ്ങനെ കേൾക്കുമ്പോൾ വിശുദ്ധ ഖുർആന്റെ ആയത്താണ്. ഏതാണ് ആയത്ത്? ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ മദ്യത്തിൽ നിന്ന് വിരമിക്കാൻ തയ്യാറില്ലേ? മദ്യത്തിൽ നിന്ന് വിരമിക്കാൻ തയ്യാറില്ലേ എന്ന് മദ്യഷാപ്പിൽ നിന്ന് മുതലാളിയും തൊഴിലാളിയും കേൾക്കുമ്പോൾ അബൂ ത്വൽഹത്ത് അനസിനോട് പറയണം, അനസേ, നീ പോയിട്ട് മഴു കൊണ്ടുവാ, തച്ചുടക്ക്. നമ്മളിവിടെ വിൽപ്പനയ്ക്ക് വെച്ച എല്ലാ ബാരലുകളിലും സൂക്ഷിച്ചു വെച്ച മദ്യപാത്രങ്ങൾ തച്ചുടക്ക്. ഇനി ഒരു മനുഷ്യന്റെ കരങ്ങൾ കൊണ്ടവൻ മദ്യപാത്രം തൊടില്ലെന്നും ഇനി ഒരാളുടെ ചുണ്ടുകൾ കൊണ്ട് ഒരാൾ മദ്യം അനുഭവിക്കില്ല എന്നും നമുക്ക് തീർച്ചപ്പെടുത്താൻ സാധിക്കണം എന്ന് പറഞ്ഞ്
മുഴുവൻ മദ്യപാത്രങ്ങളും തച്ചുടച്ചിട്ട് ആ ബാറ് പൂട്ടുകയാണ്. നിങ്ങൾ ആലോചിച്ചു, ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അശ്ർ ആയാത്തി, 10 ആയത്ത് സ്വഹാബത്ത് പഠിക്കും, എന്നിട്ട് അത് മനഃപ്പാടമാക്കും. ആ ആയത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ആയത്ത് ജീവിതത്തിൽ പകർത്താനുണ്ടെങ്കിൽ അത് പകർത്തിയിട്ട് അടുത്ത ആയത്തിലേക്ക് പോകും. അതാണ് സ്വഹാബത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. മരുഭൂമിയിൽ പ്രവാചകന്റെ പ്രബോധനം നടന്ന മരുഭൂമിയിൽ ഒരാള് സ്വന്തം മോളെ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടു. ഇങ്ങനെയാ കുഴിച്ചിടുന്നത്? ആ കുട്ടി ഇങ്ങനെ ഉപ്പാന്ന് വിളിക്കുന്നുണ്ട്. ആ കുട്ടിയെ കുളിപ്പിച്ചു, ആ കുട്ടിക്ക് വസ്ത്രമിട്ട് കൊടുത്തു, ആ കുട്ടിയെ ഇങ്ങനെ കൊണ്ടുപോയി, എന്നിട്ട് മരുഭൂമിയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചു. കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് മണ്ണിട്ട് മൂടി. സ്വന്തം കുഞ്ഞിനെ കൊന്നു. അയാളുടെ ഉള്ളിലും പരലോക ബോധം ഉണ്ടായി. കരയാൻ തുടങ്ങി, തൻ്റെ തെറ്റ് ഏറ്റു പറയാൻ തുടങ്ങി. അതാണ് പരലോക വിശ്വാസം എന്ന് പറഞ്ഞാൽ. മരുഭൂമിയുടെ മുകൾ പരപ്പിൽ വെച്ചുകൊണ്ട് ഒരു സ്ത്രീയുമായി ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവർ രണ്ടുപേരും കൂടി ജീവിതത്തിന്റെ ഒരു നൈമിഷികമായ സമയത്ത് ധാർമ്മികത അടിയറവ് വെച്ചുകൊണ്ട് ജീവിതത്തിൽ പരസ്പരം രമിച്ച രണ്ടുപേർ, ശരീരം പങ്കിട്ട രണ്ടുപേർ പ്രവാചകന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, തൊഹിർനി യാ റസൂലല്ലാഹ്, തൊഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. എന്താ അതിന്റെ കാരണം? അവർക്കറിയാം മരിക്കാനുണ്ട്, മരിച്ചാൽ ഖബറുണ്ട്. ആ ഖബർ എന്താണ്? ബൈത്തുദ്ദൂദ് എന്നാണ്. ബൈത്തുദ്ദൂദ്. ആ ഖബറിൽ നമ്മളെ സ്വീകരിക്കാനിരിക്കുന്നത് പുഴുക്കളാണ്. അത് പുഴുക്കളുടെ വീടാണ്. ഊതിടുന്നു കാഹളത്തിൽ അന്ത്യനാളിസ്റാഫീൽ, തൽക്ഷണം മാതാവലിയ കാറ്റടിക്കും പാരിൽ, കാറ്റിനാലെ ഭൂമിയാകെ ധൂളിയായി മാറും, കാറ്റിലാടും വൻമരങ്ങൾ പാറ്റകൾ പോൽ വാനിൽ. അതിനുശേഷം ഈ ഭൂമി ആകെ തകിടം മറിയുന്നവർക്കറിയാം പരലോകമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് ചെയ്ത തെറ്റ് അള്ളാഹുവോട് ഏറ്റുപറയാണ്. ഈ നോമ്പിന് നമ്മളൊക്കെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പാപമോചനം ഉറപ്പുവരുത്തണം. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. പാപമോചനം ഉറപ്പുവരുത്തണം. എന്താ പാപമോചനം എന്ന് പറഞ്ഞാൽ? അറബിയിൽ അഫറ എന്ന് പറയുന്ന വാക്ക്, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു നമുക്ക് പുറത്തു തരുന്നവനാണ് എന്നാണല്ലോ. അഫറ എന്ന അറബി പദത്തിന് 3 അർത്ഥമുള്ളത്. ഒരർത്ഥം, അള്ളാഹു നമ്മുടെ തെറ്റുകൾ ഇഹലോകത്ത് മറച്ചു പിടിക്കും. 1, തെറ്റുകൾ ഇഹലോകത്ത് മറച്ചു പിടിക്കും. 2, ശിക്ഷയിൽ നിന്ന് അള്ളാഹു ഒഴിവാക്കി തരും. നാളെ പരലോകത്ത് അള്ളാഹു അത് വിചാരണക്കെടുക്കാതെ നമ്മളെ പറഞ്ഞേക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാല് അള്ളാഹു നമുക്ക് ഇഹലോകത്ത് നിന്ന് പാപമോചനം കിട്ടിയാൽ പിന്നെ നാളെ പരലോകത്ത് നിന്ന് നമ്മളെ ഇടങ്ങറാക്കൂല. അള്ളാഹു നമ്മളെ സങ്കടപ്പെടുത്തൂല, പ്രയാസത്തിലാക്കൂല. എന്നാൽ പാപമോചനം കിട്ടാത്ത ആളുകളെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിലുണ്ട്, അവരുടെ കാര്യം കഷ്ടത്തിലാണ് എന്നാണ്. ഈ നോമ്പിന് നമ്മൾ പാപമോചനത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. നമ്മൾ കുറച്ച് സമയം നമ്മുടെ ഭക്ഷണം നീട്ടി വെക്കുന്നതോ നമ്മുടെ ഉറക്കം ക്രമീകരിക്കുന്നതോ ഒന്നുമല്ല. നോമ്പ് കൊണ്ട് അടിസ്ഥാനപരമായി നമ്മൾക്ക് കിട്ടേണ്ടത് നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞിട്ട് കരയുന്ന എത്ര ആൾക്കാരുണ്ട്. കോഴിക്കോട്ടെ മൊയ്തീൻ പള്ളിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കുറേ ദൂരെ ഒരറ്റത്തിരിക്കുകയാണ്. അദ്ദേഹം പ്രസംഗം കേൾക്കുന്നുണ്ട്, ഖുറാനിലേക്ക് നോക്കും, കരയും. പ്രസംഗം കേൾക്കും, ഖുറാനിലേക്ക് നോക്കും, കരയും. പ്രസംഗം കേൾക്കും, ഖുറാനിലേക്ക് നോക്കും, കരയും. പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹത്തോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ക്യാൻസർ ആയിരുന്നു, ഈ നോമ്പ് എനിക്ക് മുഴുവൻ കിട്ടും എന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ അള്ളാഹു ഈ നോമ്പിലെ അവസാനത്തെ തറാവീഹിന് ഇൻഷാ അള്ളാഹ് ഞാൻ ഇന്ന് പങ്കെടുക്കുന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അടുത്ത നോമ്പിലേക്ക് ഞാൻ ഉണ്ടാവില്ല. ഈ നോമ്പിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ ഈ നോമ്പിന് അള്ളാഹു എനിക്ക് മുഴുവൻ ആയുസ്സും നൽകി. അങ്ങനെ ആലോചിച്ചുകൊണ്ട്, റബ്ബിനെ ആലോചിച്ചുകൊണ്ട് കരയാണ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്നവർക്ക് അള്ളാഹു പറയാണ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്നവർക്ക് നാളെ അർശിന്റെ തണലുണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ഓർക്കുക. പരലോകത്തെക്കുറിച്ച് നമ്മൾ നിരന്തരമായി ആലോചിക്കുക. അള്ളാഹു നമുക്ക് എന്തിനാണ് ഈ ലോകം എന്ന് പറഞ്ഞാൽ? എന്തിനാണ് ഈ ലോകം? ചില ആളുകൾക്ക് ആസ്വദിക്കാൻ, ചില ആളുകൾക്ക് പണമുണ്ടാക്കാൻ, ചില ആളുകൾക്ക് മതപരമായി വളരെ നിഷ്പക്ഷമായി ജീവിക്കാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ. ഇർഹമൂ മൻ ഫിൽ അർള് യർഹമൂ അഹ്ലൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. ഈ ഭൂമി ലോകത്തുള്ള മനുഷ്യരോട്, സചേതനങ്ങളായ വസ്തുക്കളോട് നിങ്ങൾ കാരുണ്യം കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. ആകാശത്തുള്ള റബ്ബിന്റെ കാരുണ്യം
അത് കിട്ടിയിട്ട് മരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ മരിക്കാതെ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവും കുറേ കാലം. പക്ഷെ ഒരു ഘട്ടത്തിൽ നമ്മൾ മരിക്കും. ഒരു ഘട്ടത്തിൽ സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ കൂടെ 25 ഡോക്ടർമാരുണ്ടായിരുന്നു. അദ്ദേഹത്തെ മരിക്കാതെ കൊണ്ടു നടക്കുകയാണ്. അദ്ദേഹം ഒരു വിരലിങ്ങനെ പൊന്തിച്ചിട്ട് ഒരു ലാപ്ടോപ്പ് പോലെ ഒരു സ്ക്രീനിൽ അദ്ദേഹം ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ അത് പുസ്തകമായി ഇങ്ങനെ അടിച്ചു വരും. ലോകത്തെ അമ്പരപ്പിച്ച ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ പുസ്തകം എഴുതിയ അദ്ദേഹത്തിനും മരിക്കേണ്ടി വന്നു. ലോകത്ത് കോടികൾ ആസ്തിയുള്ള സ്റ്റീവ് ജോബ്സ് തന്റെ പിതാവ് ആരാണ് എന്നറിയാതെ ലോകത്ത് ജീവിക്കേണ്ടി വന്ന മരണസമയത്ത് 100 കസേരകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 100 കസേര. ഒരു കസേരയെന്ന് ആലോചിച്ചുകൊണ്ട് അടുത്ത കസേരയ്ക്ക് ഇരിക്കും. ആ ഒരു ആശയം വിജയിപ്പിച്ചെടുത്ത് കോടാനുകോടിപതിയായി. ഒരു ഘട്ടമെത്തിയപ്പോൾ വേദന വന്നു. അന്വേഷിച്ച് നോക്കുമ്പോൾ പാൻക്രിയാറ്റിക് ക്യാൻസർ മരണപ്പെടുകയാണ്. ജീവിതം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളെ കാത്തിരിക്കുന്നൊരു മരണം ഉണ്ടാവും. ഞാൻ വരുന്ന നാട് 22 ഹോസ്പിറ്റലുള്ള സ്ഥലമാണ്. എൻ്റെ കൺമുമ്പിൽ കുറേ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. കുറേ ആളുകൾ അതിൽ നന്നായിട്ട് മരിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് മരിക്കാൻ പ്രയാസമല്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എന്താ കാരണം? അവർ ജീവിതത്തിൽ ഒമൻ ശബാബിഹി ഫീമാ അഫ്നാഹു, അവരുടെ യുവത്വം ഉണ്ടോ, ചെറുപ്പത്തിന്റെ പ്രയാസങ്ങളോ വാർദ്ധക്യത്തിന്റെ അവശതയോ ഇല്ലാത്ത കാലത്ത് അവര് അള്ളാഹുവിന്റെ ദീനീ മാർഗത്തിൽ അവർ ഇറങ്ങിയിട്ടുണ്ട്. അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ പട്ടിണി കിടന്നിട്ടുണ്ട്. അവർക്ക് സങ്കടങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അവർ കണ്ണീരനുഭവിക്കുന്ന മനുഷ്യരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടച്ചിട്ടുണ്ട്. അവർ സമ്പത്ത് സമർപ്പിച്ചിട്ടുണ്ട്. അവർക്ക് മരിക്കുമെന്ന ബോധ്യമുണ്ട്. അതാണ്. അങ്ങനെ ജീവിച്ച മനുഷ്യർക്ക് സുന്ദരമായി മരിക്കാം, ഒരു പ്രയാസമില്ല. അവർ കഫംപുടവ വാങ്ങി വെച്ചവരുണ്ട്. വീട്ടിലെ വഴി പുല്ലുകൾ ചെത്തി വൃത്തിയാക്കണം എന്ന് പറഞ്ഞവരുണ്ട്. എന്തെങ്കിലും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ഉടൻ തീർത്തുകൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നവരുണ്ട്. അതല്ലാതെ മരിക്കുന്നവരുണ്ട്. മരിക്കുന്നവര് ഒരുപാട് ഈ ലോകത്ത് പ്രയാസങ്ങളും ഫിത്നയും ഉണ്ടാക്കിയിട്ട് മരിച്ചു പോകുന്ന മനുഷ്യന്മാരുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് എങ്ങനെ മരിക്കണം? നല്ല മരണം വൽആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലേ? ശരീരത്തിന്റെ വിരലിന്റെ അവിടെ തൊട്ടാ ഒരു ചൂടുണ്ടാവും. അത് ഈ രക്തം ഒഴുകുന്നത് കൊണ്ടാണ്. രക്തം ഒഴുകിയില്ലെങ്കിൽ ഇത് തണുക്കുകയാണ് ചെയ്യുക. ഈ കൈഭാഗം മുഴുവൻ തണുക്കുകയാണെങ്കിൽ നമ്മൾ ഉറപ്പിച്ചോ കയ്യിൽ രക്തം ഓടുന്നില്ല എന്ന്. ഇങ്ങോട്ട് ഓടണില്ലെങ്കിൽ നമ്മൾ വീഴും. താഴെ കാലിലേക്ക് രക്തം ഓടില്ലെങ്കിൽ നമ്മൾ വീഴും. ബ്രെയിനിന്റെ അകത്ത് ഇപ്പൊ ഞാനൊരു അനുഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ എൻ്റെ കോളേജിൽ ഒരു ടീച്ചറുണ്ട്. അവരുടെ അനിയത്തി ഒരു ഡോക്ടറാണ്. അനിയത്തി നാട്ടിൽ വന്നു. ഈ ടീച്ചറും ഹസ്ബൻഡും കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അനിയത്തിയുടെ ഹസ്ബൻഡാണ് ഡ്രൈവ് ചെയ്യുന്നത്. അദ്ദേഹം ഹൈവേയിൽ നിന്ന് ഇടക്കിടക്ക് അദ്ദേഹത്തിൽ നിന്ന് വാഹനം തെന്നി മാറുന്നുണ്ട്. അപ്പൊ ബാക്കിലിരിക്കുന്ന ഈ ഡോക്ടറായ അനിയത്തി പറഞ്ഞു, നിങ്ങൾ എന്താ സൈഡിലേക്ക് ഇങ്ങനെ വാഹനം കൊണ്ടുപോകുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ കൊണ്ടുപോകുന്നില്ലല്ലോ. ഇല്ല, നിങ്ങൾ ഇടക്കിടക്ക് വാഹനം തെന്നി മാറുന്നുണ്ട്. അദ്ദേഹത്തോട് ഇറങ്ങാൻ പറഞ്ഞു. അടുത്ത ബാക്കിലിരിക്കുന്ന ഈ ടീച്ചറുടെ ഹസ്ബൻഡ് വാഹനത്തിന്റെ മുന്നിൽ കയറി നേരെ മൗലാന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തു, ഡയഗ്നോസ് ചെയ്തപ്പോൾ ഡോക്ടർ പറയാണ്, നിങ്ങൾ എത്താൻ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം മരണപ്പെടുമായിരുന്നു. അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നാണ്. പക്ഷേ സ്ട്രോക്ക് തലയിൽ വന്നാൽ അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇല്ലാതെയാക്കാനുള്ള മറ്റൊരു നെർവസ് സിസ്റ്റം, ഒരു ന്യൂറോൺ സിസ്റ്റം നമ്മുടെ ബ്രെയിനിനകത്ത് അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. സ്ട്രോക്ക് വന്നാൽ അതിനെ ബൈപ്പാസ് ചെയ്ത് പോകാനുള്ള ഒരു നെർവസ് സിസ്റ്റം ബ്രെയിനിന്റെ അകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തെന്നി മാറുന്നത് അതേ കാറിലുള്ള മറ്റൊരു ഡോക്ടർക്ക് മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹം ഹോസ്പിറ്റലിലെത്തി, ജീവൻ രക്ഷപ്പെട്ടു. ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയിരുന്നു. സംസാരമൊക്കെ അല്പമൊക്കെ പ്രയാസം. ജീവിതത്തിൽ ഇങ്ങനെ അദ്ദേഹം എന്നോട് പറയാം, സാറേ ശ്രദ്ധിക്കണം, മാഷെ ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന വമാ ഖലഖന സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലഅബീൻ മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ് വലാകിൻ അക്സറഹും ലാ യഅലമൂൻ. ഈ ഭൂമി ആകാശ ലോകങ്ങളെ സംവിധാനിച്ച അള്ളാഹു നമുക്ക് പരലോകം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിലേക്ക് ജീവിതത്തെ നമ്മൾ തയ്യാറാക്കി സൽക്കർമ്മ നിരതമായി മരിച്ചു പോവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുണ്ട്. മലപ്പുറത്ത് പുളിക്കലില് എബിലിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ പേര് തന്നെ നിങ്ങൾക്കറിയാം, എബിലിറ്റി എന്നാണ് അതിൻ്റെ പേര്. പുളിക്കന്ന് ഒരു 1.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഒരു കുന്നിൻ്റെ മുകളിലാണ്.
അവിടെ ഫിസിക്കലി ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ ഒരുപാട് ആളുകളെ അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് നമ്മൾ ചെയ്യുന്ന പോലെ ശരീരം കൊണ്ട് പലതും ചെയ്യാൻ പറ്റില്ല. കാഴ്ചശക്തി കുറഞ്ഞവരുണ്ട്, സംസാരം പകുതി മാത്രം വരുന്നവരുണ്ട്, ജീവിതത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ആളുകളുണ്ട്. ധാരാളക്കണക്കിന് അങ്ങനെയുള്ള ആളുകൾ വരുന്നൊരു സ്ഥാപനമാണ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ. അവിടെ വരുന്ന ആളുകളെയൊക്കെ അതിൻ്റെ ആളുകൾ സ്വീകരിക്കാറുണ്ട്. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുന്നേ അവിടെ പോയിരുന്നു. ഒരാൾ 1 കോടി രൂപയാണ് ആ സ്ഥാപനത്തിന് വേണ്ടി അവിടെ വന്ന് കണ്ട് നൽകിയത്. അതിൻ്റെ ബിൽഡിംഗ് പണി കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. അവിടെ ഇത്തരം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ ആളുകളെ കൊണ്ടുവന്ന് അവരെ താമസിപ്പിച്ച് അവർക്ക് തൊഴിൽ കൊടുത്ത് അവർക്ക് നല്ല ജീവിതവും നല്ല ഭക്ഷണവും കൊടുത്ത് അവർക്ക് കൈത്തൊഴിലും വിദ്യാഭ്യാസവും പഠിപ്പിച്ച് അവർക്ക് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസവും കൊടുത്ത് അവിടെ പള്ളിയൊക്കെ വെച്ച് അവർക്ക് നമസ്കാരവും ഒക്കെ ആയിട്ട് വരുന്ന വലിയ സമാനതകളില്ലാത്ത ഒരു സ്ഥാപനമാണ്. നിങ്ങൾ ആ വഴിക്ക് യാത്ര ചെയ്യുന്നവർ, രാമനാട്ടുകര ബൈപ്പാസ് വഴി തൃശ്ശൂരും എറണാകുളവും കോഴിക്കോടൊക്കെ പോകുന്നവർ ഒരു 20 മിനിറ്റ് കൂടി നിങ്ങൾ സമയമെടുത്താൽ നിങ്ങൾക്ക് പോയി വരാവുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു കളക്ഷൻ ഇപ്പോൾ ഈ പള്ളിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. നിങ്ങൾ കഴിയുന്നവരൊക്കെ ഇവിടെ അതിൻ്റെ സംഘാടകർ ബക്കറ്റുമായിട്ടുണ്ടാവും. അവർക്ക് നിങ്ങളാൽ കഴിയുന്ന നല്ല ഒരു സംഖ്യ എബിലിറ്റിക്ക് വേണ്ടി കൊടുക്കണം എന്നും കൂടി അറിയിക്കുന്നു. അള്ളാഹു നമ്മളിവിടെ ചെലവഴിക്കുന്ന സമയം നല്ലൊരു സൽക്കർമ്മമായി നാളെ പരലോകത്ത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഈ നോമ്പിലൂടെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ പള്ളിക്ക് അതിൻ്റെ നടത്തിപ്പിൻ്റെ സംഘാടകർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇറാനിലും ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ ദുരിതങ്ങളും നീ നീക്കിക്കൊടുത്ത് ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന സർവരുടെയും മുകളിൽ നിന്റെ തൗഫീക്കും നിന്റെ ബർക്കത്തും നിന്റെ ശിഫയും നീ പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവെ, നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഹി മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. السلام عليكم ورحمة الله.